അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തൻ്റെ ജാമി സഗീറിൽ ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി അള്ളൈഫു യഅതി ബിറിസ്ഖിഹി വയർതഹിറു ബിദുനൂബിൽ ഖൗം. ഒരു വിരുന്ന ഔത്ത് വന്നെങ്കിൽ അയാൾ റിസ്ക്കിനെ കൊണ്ടുപോണ്ട്, മാത്രമല്ല ആ ഔത്തിലങ്ങനെ ദോഷത്തെ തിരിച്ചു പോകുമ്പോൾ എടുത്തോണ്ട് പോകും. ചെന്നെങ്കിൽ ഒരു വിരുന്നാർ ഔത്ത് വന്നിട്ടായെങ്കിൽ നാളെ ഔത്ത് വലിയ ബർക്കത്തായിട്ടിക്കിടും. അത് കാരണമായിട്ട് നാളെ ഔത്തെ റിസ്ക്കിൽ അള്ളാഹു ബർക്കത്താക്കണം. മാത്രമല്ല നാളെ ദോഷങ്ങൾ അങ്ങ് തിരിച്ചു പോകുമ്പോൾ ആ വിരുന്നാർ വന്നിട്ട് സന്തോഷമായിട്ട് അങ്ങനെ നിങ്ങൾ റാഹത്താക്കി കടിച്ചിട്ടായെങ്കിൽ നാളെ ദോഷത്തെല്ലാം അങ്ങ് എന്താക്കാറ് എടുത്തോണ്ട് പോകാറ്. ചെന്ന് നാളെ ദോഷം മാഫാക്കപ്പെട്ടു. ഒരുപാട് ദോഷം നിങ്ങൾ ചെയ്തങ്ങായിട്ടിക്കട ദോഷ അത് അള്ളാഹുടെ മുട്ട മാഫായിരയില്ലെന്ന് കൊന്നില്ല. പക്ഷെ ബിരുന്താരുടെ ഞങ്ങൾ ചന്തത്തെ സുധാരിച്ചിട്ട് അങ്ങനെ റാഹത്തായി കടത്തിയിട്ടാണെങ്കിൽ ഖണ്ഡിത്തായിട്ട് നാളെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിത്തുണ്ട്. ബിരുന്താർ ഔത്ത് പണ്ടത് വലിയ ബർക്കത്ത്. പക്ഷേ ഞങ്ങൾ ചില ആൾമാർക്ക് ബിരുന്താർ പണ്ട് നിങ്ങൾ വലിയ കിരിക്കിരി പോലെ മുഖ വലിയാക്കടെ അർത്ഥമുണ്ട്. അത് ഞങ്ങളെ ഈമാൻ്റെ കുറത്തായിട്ട് വാസ്തവത്തിൽ ബിരുന്താർ വന്നെങ്കിൽ ഞങ്ങൾക്ക് തെല് പിന്നെ ചിലവല്ലേക്ക് ഔത്തു പിന്നെ തെല് പണിയല്ല പെണ്ണിങ് വയ്ക്കൂ കഷ്ടാവും. പക്ഷേ അതിൽ കിട്ടുന്നതായ ബെനിഫിറ്റ് ലാഭങ്ങൾ മാത്രം മനസ്സിലാക്കിയെങ്കിൽ ആരും ബിരുന്ദർ ആശിച്ച് പോവാറ്, ആരും ഔത്ത് ബിരുന്ദർ ഭരണോണ്ട് കൊതിച്ച് പോവാറ്. അത്രത്തോളം ബെനിഫിറ്റ് അതിലുണ്ട്. ഒന്നാമത്തേതായിട്ട് ഔത്തൊരു റിസ്ക്കിൽ അള്ളാഹു ബർക്കത്താക്കണം. ഞങ്ങൾ ചിലവാക്കിയതിൽ എത്രമാ ഡബിൾ ഞങ്ങൾക്ക് അത് തിരിച്ചിട്ട് അള്ളാഹു ബേരമോത്തിൽ തണ്ട. രണ്ടാമത്തത് ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടല്ലേ, അത് വലിയ വിഷയമല്ലേ ഞങ്ങളെ ദോഷം പൊറുക്കപ്പെട്ടത്. അപ്പോൾ ജനതലക്ക് ദുനിയാവിലും ലാഭമായിട്ട് ആഖിറത്തും ലാഭമായിട്ട്. അതുകൊണ്ടായിട്ട് മഹാന്മാരെല്ലാം വലിയ കൊസി ബിരുന്ദാർ പണ്ടായിരുന്നെങ്കിൽ വലിയ കൊസി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെല്ലാം ബിരുന്ദാർ സൽക്കരിക്കണമെങ്കിൽ അത് ഭയങ്കര ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഓരോ ആൾ മദീനത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പിന്നെ ഫുഡ് അറേഞ്ച്മെൻ്റ് ആക്കുമായിട്ട് ഔത്ത് പെണ്ണുങ്ങൾ ഫുഡ് അറേഞ്ച്മെൻ്റ് ആക്കുക ചെന്നു. പക്ഷേ പെണ്ണുങ്ങളെ റിപ്ലൈ കിട്ടിയിട്ട് ഔത്തിലൊന്നും ഇല്ല, തന്നിയല്ലാണ്ട് വേറെ എന്തും ഇല്ലാണ്ട് അത്ര കഷ്ടത്തെ കാലഘട്ടമായിട്ട്. അപ്പം പിന്നെ ഒരു സ്വഹാബി ചെന്ന് നബിയെ രണ്ടൗത്ത് പറഞ്ഞ ആ കുട്ടിയെ കൊണ്ടുണ്ട്. അങ്ങനെ ആ സ്വഹാബി ആ വന്നതായ ബിരുന്ദരെ കുട്ടി പോയി ഔത്ത്. പക്ഷെ ഔത്തിൽ നോക്കുമ്പോൾ അതിലാണ് കഷ്ട പോലെ കാണും. പെണ്ണിങ്ങ ചെന്ന് ഔത്തിൽ എന്തും ഇല്ല, തെല്ല് ഭക്ഷണം ഉണ്ട്. അത് മക്കുമായിട്ട് വെച്ചത് മക്കവ് എന്നെ കൊടുക്കണമല്ലേ, ഞങ്ങൾ പട്ടിണി തീക്ക മക്കവ് കൊടുക്കണ്ടേ അവിടെ. അപ്പോൾ എന്താക്കേ കുടുങ്ങിത്തല്ലേ. അപ്പോൾ ഏതുമാവട്ടും ഏതെങ്കിലും ബിരുന്ദരുടെ കുട്ടിയെ വന്നിട്ടല്ലേ മക്കളെ എങ്ങനെയെങ്കിലും അല്ല അങ്ങനെ തട്ടിയിട്ട് വറക്കോ ബിരുന്ദർക്ക് ആ ഭക്ഷണം കൊടുക്കുവാൻ തീരുമാനിച്ചാൽ ജെൻഡർ മാപ്പിൽ കഴിഞ്ഞ് അങ്ങനെ മക്കളെങ്ങനെയെങ്കിലും നല്ല തട്ടിയിട്ട് വറക്കാറ്. തെല്ല് ഭക്ഷണമുണ്ട്, ആ ഭക്ഷണത്തെ കൊടുക്കുമ്പോൾ പിന്നൊരു പ്രോബ്ലമായി തിന്നരെ. ഒരു ബിരുന്ദർ വന്നിട്ടായെങ്കിൽ അയാൾക്ക് മാത്രം ഭക്ഷണം കൊടുത്തമേ അവിടെ അയാളൊട്ട് കൂടി വെച്ച് നങ്ങം തെച്ച് തിന്നണമല്ലേ, അതും അതിന് മര്യാദയിൽ പെട്ടതല്ലേ. അപ്പോൾ എന്താക്കടെ പിന്നെ ഒരാൾക്ക് മാത്രമുള്ള ഭക്ഷണമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു നാട്ടകാക്കിയാറ് എന്തരെ ആ സ്വഹാബി പിന്നെ ബിരുന്ദർ ആ വന്ന ബിരുന്ദക്ക് ചോറ് കൊടുത്തിട്ടു അഥവാ ഭക്ഷണം കൊടുത്തിട്ടു. എന്നിട്ട് ലാമ്പ് അവിടെ ഒരു തിരി സമാക്കി വലാക്കി തിരി സമ കത്തില്ലാണ്ട് അവിടെ പൊലിച്ചിത്ത് അതിലെ ഗൊന്താവാത്ത പോലെ പൊലിച്ചിത്ത്. അപ്പോൾ ഇരുട്ടായിത്ത് ചിമ്മായിത്ത്. അപ്പോൾ ഉൾഗ പോയിട്ട് പ്ലേറ്റ് കൊണ്ടുവന്ന് 4 പ്ലേറ്റായിട്ട് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പോലെ അയാൾ കൊണ്ടുവിടെ ഇയാൾ കൊണ്ടുവിടെ ചിമ്മലും അങ്ങനെ ഇയാൾ പോലെ ആക്കടെ അയാൾ റിയലായിട്ട് ഇയാളെ 4 പ്ലേറ്റായിട്ട് വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ആ ബിരുന്ദ ഏതായാലും കൊണ്ടിട്ട് അയാളുടെ ചന്തത്ത് റാഹത്താക്കി കടത്തിയാറ്. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിക്ക് വന്നപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിനെ കണ്ടിട്ട് കേട്ടിട്ട് ചെന്ന് ലഖദ് അജിബ അല്ലാഹു മിൻ സ്വനീഇകുമാ ബിളൈഫികുമാ ചെന്ന് അല്ലയിലത്ത ഇന്നലെ ജാവു നിങ്ങളെ ബിരുന്ദാരെ നിങ്ങൾ സുധാരിച്ചതിലെ ആ ഒരു രീതിയിൽ അള്ളാഹു കണ്ടിട്ട് വലിയ
അള്ളാഹു ഇഷ്ടപ്പെട്ട ചന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മുന്നലെ വഹി ഇറങ്ങിയിട്ടായിരുന്നു. ഇദ്ദേഹം വന്നിട്ട് നബി തങ്ങളുടെ ചൊല്ലിട്ട് മുന്നലെ പിന്നെ ആ വിഷയത്തിൽ അള്ളാഹു അറിയിച്ചിട്ടായിരുന്നു. അപ്പോൾ അള്ളാഹു വലിയ ഇഷ്ടമായിത്ത ആ വിഷയം. നിങ്ങൾ അത്ര ത്യാഗാക്കിയാറല്ലേ, മക്കവ് പോലും കൊടുക്കാനിട്ട് നിങ്ങൾ തിന്നാനിട്ട് വന്ന് ബിരുന്ദർ നിങ്ങൾ ഇതാക്കിയാറ് സൽക്കരിച്ചാറല്ലേ വലിയ അള്ളാഹു കൊസിയായിട്ട്. അപ്പോൾ ഇതെല്ലാം നാം മനസ്സിലാക്കി വെക്കണം. വലിയ ഫായതയുള്ള ഒരു കാര്യമായിട്ടിരിക്കും. എൻ്റെ പിന്നെ ചില പെണ്ണിങ് പോവും, അങ്ങനെ കൂട്ടക്കാർ വന്നിട്ടാണെങ്കിൽ പെണ്ണുങ്ങളെ അങ്ങനെ സംബന്ധം വന്നെങ്കിൽ ചന്ത സുധാരിച്ച് കടത്തിടാറ്. ആണുങ്ങളെ കൂട്ടക്കാർ വന്നിട്ട് മാപ്പിൻ്റെ കൂട്ടക്കാർ വന്നെങ്കിൽ എന്തോ ഒരു വെറുപ്പ് പോലെ മുഖബലിയാക്കടേ ചില പെണ്ണിങ് എല്ലാവരും ഉള്ള. അപ്പോൾ അത് റിയലായിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ചൊരു മാഹിത്തില്ലാത്ത കൊണ്ടായിട്ട് മാപ്പിളുടെ കൂട്ടക്കാർ വന്നപ്പോൾ ബഹുമാനിക്കുന്നത് അത് വലിയൊരു ഇബാദത്തായിരിക്കും, വലിയ അള്ളാഹു ഇഷ്ടമുള്ള കാര്യമായിരിക്കും. മാപ്പിളുടെ ബഹുമാനിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതായിരിക്കും മാപ്പിളുടെ കൂട്ടക്കാരെ ബഹുമാനിക്കുന്നതും അങ്ങ് സഹകരിക്കുന്നതും അങ്ങനെ സൽക്കരിക്കുന്നതും. അപ്പോൾ അതെല്ലാം പിന്നെമാർക്ക് ചെന്ന് കൊടുക്കണം. പിന്നെ ഈ ബിരുദർ വന്നതിനെ ബണ്ട് അതിൽ സുധാരിക്കുന്നതിനെ പിന്നെ ബെനിഫിറ്റ് ഞങ്ങൾ ചെന്ന് കൊടുക്കണം. നമുക്ക് തീരില്ല, നക്ക് സുധാരിക്കോ തീരില്ല, നമുക്ക് ആരോഗ്യമില്ല എന്നിട്ട് ചില പെണ്ണിങ് ചെല്ലാറ്. നീ ചന്തത്തിൽ സുധാരിച്ച് കൊള്ള വന്ന് ബിരുദാർ ചന്ത സുധാരിച്ചിട്ട് സൽക്കരിച്ച് കട്ടുള്ള നിനക്ക് ആരോഗ്യം അല്ലാതെ തരേണ്ടതിക്കറാണ് കണ്ടിട്ടാണ് ചണ്ട എത്രയോ പെണ്ണിങ് അങ്ങനത്തെ പെണ്ണിങ് ഉള്ളാറ്. ബിരുദാർ ചന്ത സുധാരിച്ചപ്പോൾ അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം കൊടുത്ത, നമുക്ക് ഷുഗർ ഇല്ല, BP ഇല്ല. കാരണം അങ്ങനെ മനസ്സത്തെ ക്ലിയറായിട്ട് എല്ലാവരും സുധാരിച്ച് കടത്തുമ്പോൾ തൻ്റെ താലിക്ക് അള്ളാഹു എന്താക്കി ആരോഗ്യം കൊടുത്ത. നാനായിട്ട് എൻ്റെ മാപ്പിലെ മക്കായിട്ട് ചെന്നിട്ട് സ്വാർത്ഥമായിട്ട് ജീവിക്കുന്ന പെണ്ണിങ് എല്ലാ തരത്തിലും സീക്ക്, അത് സീക്ക് ഇത് സീക്ക് എല്ലാം സീക്ക് വന്നിട്ട്. കാണുന്നത് ഇങ്ങനത്തെ എല്ലാം നല്ല കാര്യത്തൊന്നും നമുക്ക് മനസ്സില്ല. കാരണം നമുക്ക് പഠിപ്പില്ല. പഠിപ്പാട്ട് പ്രായത്തിലൊരു നിങ്ങളൊരു ക്ലാസ് പെണ്ണിങ്ങനെ ക്ലാസ്സിന് നേരത്തെ കടത്തിടുന്നില്ല മാപ്പിളമാർ. അതെൻ്റെ ആ പ്രശ്നം, എൻ്റെ പെഞ്ഞി സമയമില്ല, എൻ്റെ പെഞ്ഞി സമയമില്ല. എങ്ങനെ സമയം അവിടെ അവൾക്കൊന്നും തീരുമില്ല, പിന്നെ അവൾക്കൊന്നും വഹിയൊന്നും പണ്ടില്ല. പിന്നെ അവർക്കെല്ലാം ഇതെല്ലാം പഠിപ്പാട്ടി കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതൊക്കെ കടത്തിടതുമില്ല. അപ്പോൾ അവത്തിൽ വലിയ പ്രോബ്ലം ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെതെല്ലാം ഞങ്ങൾ എന്താക്കും ശ്രദ്ധിക്കണം. ആണിങ്ങ പെണ്ണിങ് അങ്ങ് വേനായ താലീമാത്തല്ല ഈ വിഷയത്തിൽ കിട്ടിയിട്ടാണെങ്കിൽ ഖണ്ഡിതമായിട്ടും നല്ല വിടാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പെണ്ണികളെല്ലാം നല്ലാക്കി തരട്ടെ, സ്വാലിഹാത്തിൽ പെടുത്തട്ടെ. എല്ലാ കാര്യത്തും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.